അത്താഴപൂജ കഴിഞ്ഞ് തിരുമേനി നട അടച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ കണ്ണൻ്റെ മുഖത്ത് ഒരു എന്തെന്നില്ലാത്ത കള്ളത്തരം. കള്ളക്കണ്ണൻ എന്ന പേരുണ്ടല്ലോ. തിരുമേനി ചോദിച്ചു, എന്താ ഒരു കള്ള ലക്ഷണമുണ്ടല്ലോ? വയറ് നിറയെ വെണ്ണയൊക്കെ തന്നതല്ലേ, ഇനി എന്താ? ഒന്നുമില്ല. കണ്ണൻ കൈ പിറകിൽ കെട്ടി നിൽക്കണു. ഇങ്ങോട്ട് വരാ, അച്ഛൻ തിരുമേനി വിളിച്ചു. ആ കയ്യിൽ എന്താ ഒളിപ്പിച്ചിരിക്കണേ? കണ്ണ് പയ്യെ ഒന്ന് ഉയർത്തി കണ്ണനൊന്ന് അച്ഛൻ തിരുമേനിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല, അച്ഛൻ തിരുമേനി പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. അതാവാം, എന്നാലും ആ കുഞ്ഞിക്കൈ ഒന്ന് നോക്കട്ടെ. ചിലും ചിലും എന്നൊരു ശബ്ദം. നോക്കിയപ്പോൾ എന്താ, കണ്ണൻ്റെ കയ്യിൽ ചിലങ്ക. ഇതെവിടുന്നാ കണ്ണാ? കണ്ണൻ്റെ കാലിൽ സ്വർണ്ണത്തള അച്ഛൻ തിരുമേനി ഇട്ട് തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? അതോ മേൽപ്പത്തൂർ മണ്ഡപത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ വന്ന കുട്ടികളുടെയാണ്. കണ്ണൻ ഇഷ്ടപ്പെട്ടു, എടുത്തു. ഗോപികമാരുടെ ചേല കെട്ടെടുത്ത കള്ള കണ്ണാ, നീ ചിലങ്കയും എടുക്കൂല്ലേ? കണ്ണൻ കാലിൽ ആ ചിലങ്ക കെട്ടി നൃത്തം ആടാൻ തുടങ്ങി. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണതരാം ഗോപാല മുകുന്ദ, വെണ്ണതരാം ഗോപാല. കണ്ണൻ്റെ നൃത്തം കാണാൻ ദേവലോകത്തുനിന്ന് വരെ ദേവന്മാർ ഭൂമിയിൽ വന്നിറങ്ങും പോലെ. മായാജാലക്കാരൻ്റെ മായകൾ, ഉണ്ണിക്കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ, പൊന്നുണ്ണിക്കണ്ണ, കണ്ണൻ്റെ ചിലങ്കയുടെ കിലുക്കം എല്ലാ ഭക്തഹൃദയത്തിലും മണിനാദമായി എന്നും മുഴങ്ങി കേൾക്കട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം.